മുന്നണി മാറ്റ ചർച്ചകൾ ചെയർമാൻ ജോസ് കെ മാണി തള്ളിയതിന് പിന്നാലെ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് ചേരും. മുന്നണി മാറ്റ അഭ്യൂഹവും പാർലമെന്ററി പാർട്ടിയിലെ ഭിന്നതയും ചർച്ചയായേക്കും. മുന്നണി മാറ്റ ചർച്ചകൾ മുന്നണിക്കുള്ളിൽ പാർട്ടിയെ സംശയനിഴലിലാക്കിയതും പാർട്ടി നേതൃത്വം വിലയിരുത്തുന്നു. അതേസമയം കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റത്തിനായി സഭകളുടെ സമ്മർദ്ദമുണ്ടെന്ന് പറഞ്ഞിട്ടില്ലെന്ന് ഫേസ്ബുക്ക് പോസ്റ്റുമായി പ്രമോദ് നാരായണൻ MLA രംഗത്തെത്തി. കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ച വിവരങ്ങൾ അടിസ്ഥാനരഹിതമാണ്, സഭയെ വലിച്ചിഴക്കുന്നത് ദുഷ്ടലാക്കോടെയെന്നും പ്രമോദ് നാരായണൻ MLA ഫേസ്ബുക്കിൽ കുറിച്ചു. വിവരങ്ങളുമായി ജോസി ബാബു ചേരുകയാണ്. ജോസി, എപ്പോഴാണ് യോഗം ചേരുന്നത്? എന്തായാലും ജോസ് കെ മാണി ഒരു മുന്നണി മാറ്റം ഇല്ല എന്ന നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും പ്രധാനമായി ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ചർച്ചയാകാൻ പോകുന്നത് ഈ വിഷയം തന്നെയായിരിക്കുമല്ലോ. ദിവ്യ, രാവിലെ 11 മണിക്ക് കോട്ടയം തിരുനക്കരയിലുള്ള കേരള കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുന്നത്. 88ഓളം അംഗങ്ങൾ, മന്ത്രിമാർ അടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും മുന്നണിമാറ്റ അഭ്യൂഹങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചിരുന്ന വാർത്തകൾ അത് പിന്നീട് തള്ളി ചെയർമാൻ ജോസ് കെ മാണി രംഗത്ത് വന്നത് അടക്കമുള്ള കാര്യങ്ങൾ, പാർലമെന്ററി പാർട്ടിയിലെ അഭിപ്രായ ഭിന്നത അടക്കം വലിയ രീതിയിൽ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകാൻ ഇടയുണ്ട്. സ്വാഭാവികമായും ഈ വന്ന രാഷ്ട്രീയ പശ്ചാത്തലവും അതിന്റെ പ്രതികരണങ്ങളെ സംബന്ധിച്ചും ജോസ് കെ മാണി ചെയർമാൻ എന്ന നിലയിൽ ഈ യോഗത്തിൽ ആ വിഷയം അവതരിപ്പിക്കും. തുടർന്ന് ഈ വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ സ്വാഭാവികമായും ഭിന്നാഭിപ്രായങ്ങൾ ഉയർന്നു വരുവാനുള്ള സാധ്യതയുമുണ്ട്. പ്രധാനമായും 2 അംഗങ്ങൾ, മന്ത്രി റോഷി അഗസ്റ്റിനും അതോടൊപ്പം റാന്നി MLA പ്രമോദ് നാരായണനും LDF-നൊപ്പം ഉറച്ചു നിൽക്കണമെന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചതാണ് പ്രതിസന്ധിയായതെന്ന് UDF-നൊപ്പം പോകണമെന്ന ആളുകൾ പറയുന്നുണ്ട്. കൂടാതെ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLAയും ജോ മൈക്കിൾ MLAയും ഒക്കെയും UDF-നൊപ്പം പോകണമെന്ന നിലപാടായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നടന്ന സംഭവ വികാസങ്ങളൊക്കെയും UDF വെച്ച കെണിയാണ് എന്ന് LDF-നൊപ്പം ഉറച്ചു നിൽക്കുന്ന ആളുകൾ പറയുന്നു. എന്തായാലും ഒരു കാരണമില്ലാതെ മുന്നണി വിടുന്നത് അനീതിയായിരിക്കും, അല്ലെങ്കിൽ അത് പാർട്ടിയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് LDF-നൊപ്പം നിൽക്കണമെന്ന നിലപാടുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും പാർട്ടി ചെയർമാൻ അസന്നിഗ്ധമായി ഇപ്പോൾ ഈ നിലപാട് പറഞ്ഞുവെങ്കിലും ഇപ്പോഴും ചില ഉദ്വേഗങ്ങൾ ബാക്കിയാണ്. കാരണം കേരള കോൺഗ്രസ് എവിടെയാണ് ഉള്ളത് അവിടെയാണ് അധികാരമെന്ന് ജോസ് കെ മാണി പറഞ്ഞു വെച്ചത് ഇപ്പോഴും CPM ആശങ്കയോടെ തന്നെയാണ് നോക്കുന്നത്. അതിലെന്തെങ്കിലും ദുരൂഹതയോ ദുസൂചനകളോ ഉണ്ടോ എന്നുള്ള കാര്യം കേരള കോൺഗ്രസിനെ ആ നിലയ്ക്കാണ് CPM-ഉം LDF നേതൃത്വവും നോക്കിക്കാണുന്നത്. അതോടൊപ്പം തന്നെ ലീഗ് അടക്കമുള്ള UDF-ലെ പ്രധാനപ്പെട്ട കക്ഷികൾ ജോസ് കെ മാണിയെയും കൂട്ടരെയും UDF-ൽ എത്തിക്കുവാനുള്ള നീക്കങ്ങൾ ഇപ്പോഴും സജീവമായി നടത്തുന്നുമുണ്ട്. എന്തായാലും അല്പസമയത്തിനകം നേതാക്കളൊക്കെയും പാർട്ടി ഓഫീസിലേക്ക് എത്തി തുടങ്ങും. ശരി ജോസി, അതിനിടെയാണല്ലോ ഈ സഭാ സമ്മർദ്ദം സംബന്ധിച്ച പ്രമോദ് നാരായണൻ MLA ഒരു വിശദീകരണമൊക്കെ നൽകുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്? ദിവ്യ, ഈ സഭകളുടെ ഭാഗത്തു നിന്നും വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു കേരള കോൺഗ്രസിന് മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നുള്ള അഭ്യൂഹങ്ങളും വാർത്തകളും പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സഭാ ആസ്ഥാനത്ത് സന്ദർശനം നടത്തിയതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്തകളൊക്കെയും വന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ മുന്നണി മാറ്റ ചർച്ചകളിലേക്കൊക്കെയും കാര്യങ്ങൾ കടന്നത്. അതിൽ സഭയുടെ ഭാഗത്തു നിന്നും വലിയൊരു സമ്മർദ്ദമുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രചാരണമുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് പ്രമോദ് നാരായണൻ ഒരു പ്രസ്താവന നടത്തി എന്നതും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അതായത് സഭകളുടെ ഭാഗത്തു നിന്നും വലിയ സമ്മർദ്ദമുണ്ട് എന്ന തരത്തിൽ പ്രമോദ് നാരായണൻ MLA പ്രതികരിച്ചിരുന്നു എന്നതായിരുന്നു നേരത്തെ വന്ന പ്രചാരണം. എന്നാൽ ആ പ്രചാരണം പൂർണ്ണമായും തള്ളിക്കളയുകയാണ് പ്രമോദ് നാരായണൻ. അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലാണ് ഇത്തരം കാര്യങ്ങളിൽ നിലപാട് വ്യക്തമാക്കിയത്, അല്ലെങ്കിൽ വിശദീകരണം നൽകിയത്. സഭ സമ്മർദ്ദം ചെലുത്തിയെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ ജോസ് കെ മാണി കൃത്യമായ നിലപാട് പറഞ്ഞിട്ടും പിന്നെയും സഭയെ ഈ കാര്യത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിൽ ചില ദുഷ്ടലാക്കുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇന്ന് കോട്ടയത്ത് മറ്റൊരു രാഷ്ട്രീയ സംഭവവികാസവും കൂടിയുണ്ട്. ജോസഫ് വിഭാഗത്തിന്റെ സംസ്ഥാന കൺവെൻഷനും ഇന്ന് കോട്ടയത്ത് ചേരുന്നുണ്ട്. നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ വിലയിരുത്തൽ, അതോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ചെയ്യേണ്ട കർമ്മ പരിപാടികളുടെ ഒക്കെ കാര്യങ്ങളും ഇന്ന് കോട്ടയത്ത് ജോസഫ് വിഭാഗം ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും ജോസഫ് വിഭാഗം മാണി ഗ്രൂപ്പ് UDF-ലേക്ക് വരുന്നതിന് ഇപ്പോഴും